ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിംപ്ലി സ്റ്റഡി ജെയ്ക്ക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനറ്റിൽ വരുന്ന ഖിൽജി ഡൈനാസ്റ്റിയെ പറ്റിയിട്ടാണ്. ഡൽഹി സുൽത്താനറ്റിൽ മൊത്തം 5 ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ഡൈനാസ്റ്റിയായ സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് അതിൽ വരുന്ന സെക്കൻഡ് ഡൈനാസ്റ്റിയായ ഖിൽജി ഡൈനാസ്റ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി സിംപ്ലി സ്റ്റഡി ജെയ്ക്ക് എന്ന ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം ഡൽഹി സുൽത്താനറ്റിൽ ഭരണം നടത്തിയ നെക്സ്റ്റ് രാജവംശമാണ് ഖിൽജി ഡൈനാസ്റ്റി അഥവാ ഖിൽജി വംശം. 1290 മുതൽ 1320 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർ ഭരിക്കുന്നത്. കേവലം 30 വർഷത്തെ ഭരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ചരിത്രത്തിൽ ഇവർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. ഡൽഹി സുൽത്താനേറ്റിനെ ഉത്തരേന്ത്യക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ചതും തെക്കേ ഇന്ത്യയിലേക്ക് അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് ആദ്യമായി ഭരണം എത്തിച്ചതും ഈ ഖിൽജിമാരാണ്. കൂടാതെ ശക്തമായ കേന്ദ്രീകൃത ഭരണം അതായത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനും വലിയ സൈനിക വിപണി പരിഷ്കാരങ്ങളുമൊക്കെ ഇവരുടെ പ്രത്യേകതയായിരുന്നു. ഈ വംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി, കുത്തബുദ്ദീൻ മുബാറക് ഷാ ഖിൽജി, നസറുദ്ദീൻ ഖുസ്രു ഷാ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഖിൽജി ഡൈനാസ്റ്റി റൂളിംഗ് പീരീഡ് 1290 to 1320 AD. ദെൻ ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ദേ എക്സ്പാൻഡഡ് ഡൽഹി സുൽത്താനേറ്റ് ബിയോണ്ട് നോർത്ത് ഇന്ത്യ ആൻഡ് ബിഗിനിങ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ഇൻ ടു സൗത്ത് ഇന്ത്യ. ദെൻ അണ്ടർ ഇവരുടെ റൂളിംഗ് പീരീഡിൽ ദേ ഇൻട്രൊഡ്യൂസ്ഡ് സ്ട്രോങ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആസ് വെൽ ആസ് മെനി മിലിറ്ററി റിഫോംസ് ആൻഡ് മാർക്കറ്റ് റിഫോംസ്. ദെൻ ഇതിലെ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഖിൽജി ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സാണ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി. ഇദ്ദേഹമാണ് ഖിൽജി ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡ് 1290 to 1296. Then Alauddin Khilji, ruling period 1296 to 1316. Then Qutbuddin Mubarak Shah Khilji, Nasruddin Khusru Shah. Nasruddin Khusru Shah ആണ് ഖിൽജി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ. ഇതിലെ ഈ ഓരോ റൂളേഴ്സിനെ പറ്റിയിട്ടും നമുക്ക് ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയെ കുറിച്ച് നോക്കാം. സുൽത്താൻ ആകുന്നതിന് മുൻപ് ഈ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി സ്ലേവ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായ കൈക്യൂബാദിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏകദേശം 70 വയസ്സുള്ളപ്പോഴാണ് ഈ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി ഡൽഹിയുടെ സുൽത്താൻ ആകുന്നത്. വളരെ സമാധാനപ്രിയനായ, അക്രമങ്ങൾ അധികം ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് ഇദ്ദേഹത്തിനെ ക്ലെമൻസി ജലാലുദ്ദീൻ അതായത് ദയാലുവായ ജലാലുദ്ദീൻ എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യയെ ഒരു പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കഴിയില്ലെന്ന് തുറന്നു സമ്മതിച്ച ആദ്യത്തെ സുൽത്താനും ഈ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയാണ്. ദെൻ ഭരണകാലത്ത് കാര എന്ന സ്ഥലത്തുണ്ടായ മാലിക് ചജുവിൻ്റെ കലാപം ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി 2 തവണ സപ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അതായത് നെഫ്യൂ ആയിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയാണ് കാരയിലെ ഗവർണറായിട്ട് നിയമിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് മംഗോളുകളെ പരാജയപ്പെടുത്തിയതും. എന്നാൽ 1296 AD ദേവഗിരി എക്സ്പെഡീഷൻ കഴിഞ്ഞ് ഈ അലാവുദ്ദീൻ ഖിൽജി കാരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു സ്വീകരണത്തിനിടയിൽ വെച്ച് ഈ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിനെ ഈ അലാവുദ്ദീൻ ഖിൽജി ചതിയിലൂടെ കൊലപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി റൂളിംഗ് പീരീഡ് 1290 to 1296 ആൻഡ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയാണ് ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി. Jalaluddin Firoz Khilji, also called as Clemency Jalaluddin, because he followed peace and wanted to rule without violence. And he is also the first ruler to acknowledge that India cannot be a totally Islamic state. He was around 70 years old when he became Sultan. Then കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ he suppressed Malik Chaju's revolt twice at Kara and appointed Alauddin Khilji as governor of Kara. ഈ അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയുടെ നെഫ്യൂമാണ്, അതേപോലെ സൺ-ഇൻ-ലോയുമാണ്. ദെൻ ഹി ഡിഫീറ്റഡ് ദ മംഗോൾസ്. ജലാലുദ്ദീൻ ഏർലിയർ സെർവ്ഡ് ആസ് പ്രൈം മിനിസ്റ്റർ ഓഫ് കൈക്യൂബാദ്. കൈക്യൂബാദ് ആരായിരുന്നു? കൈക്യൂബാദ് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായിരുന്നു. ദെൻ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി
മരിക്കുന്നത് 1296 AD ഈ 1296 AD Alauddin Khilji returned from Devagiri expedition. Then at Kara, during a reception, Alauddin rigorously murdered his father-in-law Jalaluddin Khilji and seized the throne. So, ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി മരിക്കുന്നത് 1296 AD സോ ഇത്രയുമാണ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അങ്ങനെ അടുത്തതായി അധികാരത്തിൽ വരുന്നത് ചരിത്ര പ്രസിദ്ധനായ അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഖുർഷാസ്പ് എന്നായിരുന്നു. ജലാലുദ്ദീൻ ഖിൽജിയുടെ നെഫ്യൂവും സണിലോയുമാണ് ഈ അലാവുദ്ദീൻ ഖിൽജി. സുൽത്താനായ ശേഷം ഇൽതുത്മിഷ് പണിത സഫേദ് മഹലും ബാൽബൻ പണിത ലാൽ മഹലും ഈ അലാവുദ്ദീൻ ഖിൽജി കൈക്കലാക്കുന്നുണ്ട്. അലാവുദ്ദീൻ ഖിൽജി വിശ്വസിച്ചിരുന്നത് പ്രഭുക്കന്മാർ ഒരുപാട് പണക്കാരാകുന്നതും പരസ്പരം സഖ്യമുണ്ടാക്കുന്നതും അതായത് അലയൻസ് ഫോം ചെയ്യുന്നതും ഈ മദ്യപാന പാർട്ടികളൊക്കെ നടത്തുന്നതുമാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്. അങ്ങനെ ഇതിനെയെല്ലാം തടയിടാൻ വേണ്ടിയിട്ട് അതായത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി 4 ഓർഡിനൻസ് അഥവാ 4 കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് 4 ഓർഡിനൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 4 ഓർഡിനൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഡിനൻസ് 1 എന്ന് പറയുന്നത് കൺഫിസ്കേഷൻ ഓഫ് നോബിൾ പ്രോപ്പർട്ടീസ്, അതായത് പ്രഭുക്കന്മാരുടെ സ്വത്തുക്കളും ഗ്രാൻറ്റുകളും ഒക്കെ ഗവൺമെൻറ് കണ്ടുകെട്ടുന്നത്. ഓർഡിനൻസ് 2 എന്ന് പറയുന്നത് ഈ റീഓർഗനൈസേഷൻ ഓഫ് സ്പൈ സിസ്റ്റം സ്പൈ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക, ചാര സംവിധാനം ശക്തമാക്കി പ്രഭുക്കന്മാരുടെ എല്ലാ നീക്കങ്ങളും സുൽത്താനെ അറിയിക്കാൻ രഹസ്യ ഏജന്റുമാരെ അതായത് സ്പൈസിനെ വെച്ചു. ദെൻ ഓർഡിനൻസ് 3 എന്ന് പറയുന്നത് ബാൻ ഓൺ ലിക്വർ, മദ്യനിരോധനം. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വിൽക്കുന്നതും സാമൂഹികമായിട്ട് മദ്യപിക്കുന്നതുമൊക്കെ പൂർണ്ണമായി നിരോധിച്ചു. മദ്യപാന പാർട്ടികൾ അതായത് ലിക്വർ അതുപോലെ സോഷ്യൽ ഡ്രിങ്കിങ് ഗാദറിങ്സ് ഒക്കെ നിരോധിച്ച ആദ്യ ഡൽഹി സുൽത്താനും ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. ദെൻ ഓർഡിനൻസ് 4 അത് ബാൻ ഓൺ സോഷ്യൽ ഗാദറിങ്സ്. സുൽത്താൻ്റെ അനുവാദമില്ലാതെ പ്രഭുക്കന്മാർ നോബിൾസ് വലിയ സദ്യകളോ വിവാഹങ്ങളോ ഒത്തുചേരലുകളോ നടത്താൻ പാടില്ല. സോ ഇതാണ് 4 ഓർഡിനൻസ്. പിന്നെ ജലാലുദ്ദീൻ ഖിൽജിയെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും അതായത് റിലീജിയനെ ഈ പൊളിറ്റിക്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത ആദ്യ തുർക്കി സുൽത്താന കൂടിയാണ് ഈ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി അതേപോലെ ഒരു പെർമനൻറ്റ് സ്റ്റാൻഡിങ് ആർമിയെ ഓർഗനൈസ് ചെയ്യുകയും സോൾജേഴ്സിന് സാലറി കറൻസിയായി അഥവാ ക്യാഷായി നൽകാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനായിട്ട് ഇക്ത സമ്പ്രദായത്തിൻ്റെ പവർ കുറയ്ക്കുകയും അതേപോലെ കേന്ദ്ര നിയന്ത്രണം കൂട്ടുകയും ചെയ്തു. ഈ ഇക്ത സിസ്റ്റം അബോളിഷ് ചെയ്തത് ആരാണ് എന്നുള്ള ആൻസർ അലാവുദ്ദീൻ ഖിൽജി എന്ന് ഒരുപാട് സൈറ്റ്സിൽ കണ്ടു. പക്ഷേ ശരിക്കും അലാവുദ്ദീൻ ഖിൽജി ഇക്തദാർ അല്ലെങ്കിൽ ഇക്ത സിസ്റ്റം ഈ ഇക്തദാർസിൻ്റെ പവർ കുറയ്ക്കുകയും അതേപോലെ അവിടെ കേന്ദ്ര നിയന്ത്രണം സെൻട്രൽ കൺട്രോൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ സൈന്യത്തിൻ്റെ ഈ ഫേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഡാഗ് ആൻഡ് ഹൂലിയ സിസ്റ്റം കൊണ്ടുവന്നു. ഡാഗ് സിസ്റ്റം എന്നാൽ കുതിരകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു മുദ്ര കുത്തുന്ന രീതിയാണ്. ഹൂലിയ സിസ്റ്റം ഇത് കൊണ്ടുവന്നത് ഫേക്ക് റിക്രൂട്ട്മെൻറ്റ് സോൾജേഴ്സിൻ്റെ ഫേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് തടയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സൈനികരുടെ പേരും ഫിസിക്കൽ അപ്പിയറൻസ് അവരുടെ മാർക്സ് ഫിസിക്കൽ മാർക്സ് ഒക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു രജിസ്റ്ററാണ്. ഇത് കൂടാതെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് പൊതുവിതരണ സമ്പ്രദായവും സ്റ്റാർട്ട് ചെയ്യുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇത്രയുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അലാവുദ്ദീൻ ഖിൽജി റൂളിംഗ് പീരീഡ് 1296 to 1316. റിയൽ നെയിം അലി ഖുർഷാസ്പ്. അലാവുദ്ദീൻ ഖിൽജിയും ജലാലുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള റിലേഷൻ ഈ ജലാലുദ്ദീൻ ഖിൽജിയുടെ നെഫ്യൂവും സൺ-ഇൻ-ലോയുമാണ് അലാവുദ്ദീൻ ഖിൽജി. ദെൻ ആഫ്റ്റർ ബിക്കമിങ് സുൽത്താൻ അലാവുദ്ദീൻ occupied സഫേദ് മഹൽ built by Iltutmish and Lal Mahal built by Balban. Then Alauddin believed rebellions happened because nobles became too rich. Noble families formed alliances. Drinking liquor led to conspiracies and spy system was weak. Therefore, Alauddin Khilji introduced 4 ordinances. So let's discuss that 4 ordinances. Ordinance 1 Confiscation of noble properties. Properties and grants of nobles were confiscated. Ordinance 2 Reorganization of spy system. Secret agents monitored nobles. Every activity was reported to Sultan. Ordinance 3 Ban on liquor. Sale of liquor, wine and intoxicants was prohibited. Alauddin was the first Delhi Sultan to ban liquor and social drinking parties.
Then Ordinance 4, ban on social gatherings. No noble could organize feasts, marriages, gatherings without Sultan's permissions. Then he was the first Turkish Sultan of Delhi who separated religion from politics. He also organized large permanent standing army and salary of soldiers were paid in cash. Then ഇതിൻ്റെ ഭാഗമായിട്ട് he reduced the power of Iqtidars and increased central control. Then Iqtidar system abolish ചെയ്തത് അലാവുദ്ദീൻ. ബട്ട് റിയലി ഇഖ്താർ സിസ്റ്റത്തിൻ്റെ പവർ അവിടെ കുറയ്ക്കുകയാണ് ചെയ്തത്. Then he started DAG and Hulia system. DAG system means branding of horses. A government mark was stamped on horses to prevent fraud. Then Hulia system, also known as Chehra system, means descriptive register of soldiers. It includes name, appearance and physical features to avoid fake recruitment of soldiers. He also started public distribution system and strictly prohibited black marketing. അടുത്തതായിട്ട് അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന റവന്യൂ റിഫോംസും മാർക്കറ്റ് റിഫോംസും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമുക്ക് റവന്യൂ റിഫോംസ് എന്തൊക്കെയായിരുന്നു നോക്കാം. ഭൂമി കൃത്യമായി അളന്ന് തിരിച്ച് നികുതി നിശ്ചയിച്ച ആദ്യ സുൽത്താനാണ് ഈ അലാവുദ്ദീൻ ഖിൽജി. ഭൂമി അളക്കാനുള്ള അതായത് ലാൻഡ് മെഷർമെൻറ്റ് യൂണിറ്റിനെ ബിസ്വ എന്നും വിളിച്ചു. പിന്നീട് മുസ്ലിംസിന് സാക്കത്ത് ടാക്സും നോൺ മുസ്ലിംസിന് ജിസിയ ടാക്സും ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ 3 ന്യൂ ടാക്സസ് 3 പുതിയ ടാക്സസും അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ആണ് കരജ്. കരജ് എന്ന് പറയുന്നത് പെസൻസിൻ്റെ അഗ്രികൾച്ചർ ഈഡിൻ്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കുന്നതാണ് കരജ്. ദെൻ കരെ അത് ഹൗസ് ടാക്സ് ആണ്. ദെൻ ചരെ അത് ഗ്രേസിംഗ് ടാക്സ് ആണ്, ഈ കന്നുകാലികളെ മേയ്ക്കുന്നതിനുള്ള നികുതി. പിന്നീട് ക്രൗൺ ലാൻഡ് അതായത് കാൽസ ലാൻഡിലെ സമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കുന്നതും അവിടുത്തെ ലോക്കൽ ചീഫ്സ് ആൻഡ് സെമീന്ദാർസിൻ്റെ അധികാരമൊക്കെ കുറയ്ക്കുന്നതും ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിലാണ്. ഇതുകൂടാതെ ടാക്സ് കളക്ട് ചെയ്യാനും കറപ്ഷൻ തടയാനും വേണ്ടിയിട്ട് ദിവാനി മുസ്തഖരാജ് എന്നൊരു പ്രത്യേക വകുപ്പും ഉണ്ടാക്കി. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് റിഫോംസിനെ പറ്റി നോക്കാം. ഇത് എക്സാംസിന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മാർക്കറ്റ് റിഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സൈനികർക്ക് ക്യാഷ് അതായത് സൈനികർക്ക് ശമ്പളം അതായത് സാലറി ക്യാഷായിട്ട് കൊടുക്കുന്നത് കൊണ്ട് വിപണിയിൽ സാധനങ്ങളുടെ വില കുറഞ്ഞ് നിൽക്കണമായിരുന്നു. അതിനായിട്ട് അലാവുദ്ദീൻ ഖിൽജി ഡൽഹിയിൽ 4 പ്രത്യേക മാർക്കറ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒന്നാമത്തേത് ധാന്യങ്ങൾക്കായിട്ട്, ദെൻ രണ്ടാമത്തേത് തുണിത്തരങ്ങൾക്കും ഉണക്കമുന്തിരി പോലുള്ള സാധനങ്ങൾക്കായിട്ട്, മൂന്നാമത്തേത് കുതിരകൾക്കും അടിമകൾക്കും കന്നുകാലികൾക്കും ഒക്കെ ആയിട്ട്, പിന്നെ നാലാമത്തേത് മറ്റ് മിസലേനിയസ് കമോഡിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് 4ാമത്തെ മാർക്കറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂടാതെ ഈ മാർക്കറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നു, ഓരോ മാർക്കറ്റിനെയും കൺട്രോൾ ചെയ്തിരുന്നത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ വിളിച്ച പേര് ഷഹനായി മണ്ഡി എന്നായിരുന്നു. ഇതുകൂടാതെ വില നിയന്ത്രണത്തിനായിട്ട് ദിവാനി റിയാസത്ത് എന്ന വകുപ്പും അതിൻ്റെ ഹെഡായിട്ട് നായിബി റിയാസത്ത് എന്നൊരു ഓഫീസറിനെ വെച്ചു. ഇത് കൂടാതെ വിപണിയിലെ കറപ്ഷനും ബ്ലാക്ക് മാർക്കറ്റിങ്ങും ഒക്കെ രഹസ്യമായിട്ട് സുൽത്താനെ അറിയിക്കാൻ വേണ്ടി മുനിയൻസ് എന്ന സീക്രട്ട് ഏജൻസും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. റവന്യൂ റിഫോംസ് എന്തൊക്കെയായിരുന്നു? അലാവുദ്ദീൻ വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ടു ഓർഡർ സിസ്റ്റമാറ്റിക് ലാൻഡ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ് ഓഫ് ലാൻഡ് മെഷർമെൻറ്റ് ആണ് ബിസ്വ. ദെൻ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും വേണ്ടിയിട്ട് ഇമ്പോസ് ചെയ്ത ടാക്സിനെ പറയുന്നതാണ് ജസിയ ആൻഡ് സാക്കത്ത്. ജസിയ ഈസ് ഫോർ നോൺ മുസ്ലിംസ് ആൻഡ് സാക്കത്ത് ഈസ് ഫോർ മുസ്ലിംസ്. Then Alauddin Khilji introduced 3 new taxes. First one, Karaj, അത് land tax ആണ്. It amount to 50% of peasants' total agricultural yield. Second one, Gare, അത് house tax ആണ്. Third one, Chare, അത് grazing tax ആണ് on cattle. Then he abolished Semindari in Khalsa land, that is crown lands. He also reduced powers of local chiefs and Semindars. He also established a department called Diwani Mustakharaj to collect revenue, recover arrears and stop corruption. ഇനി മാർക്കറ്റ് റിഫോംസ് എന്തൊക്കെയായിരുന്നു? അലാവുദ്ദീൻ introduced market reforms because soldiers received cash salaries, so the prices had to remain low. Therefore, Alauddin Khilji introduced market reforms. Then market reforms he established 4 separate markets in Delhi. One is for grains. Then
Another is for cloth, sugar, dried fruits, butter and oil. And third one is for horses, slaves and cattle. Then fourth one is for miscellaneous commodities. And each market was controlled by a high officer called the Shahnai Mandi. Then he created a separate department called the Diwani Riyasat, which was created for price control and the market supervision under an officer called Naibi Riyasat. There were also a secret agents called Munians who sent reports to the Sultan regarding the functioning of these markets. Munians secretly informed the Sultan about corruption, hoarding and black marketing. So ഇത്രയുമാണ് മാർക്കറ്റ് റിഫോംസിലും റവന്യൂ റിഫോംസിലും നമുക്ക് നോക്കാനുള്ളത്. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിലാണ് ഖിൽജി ഡൈനാസ്റ്റി അതിൻ്റെ ഏറ്റവും പരമാവധി ശക്തിയിലെത്തുന്നത്. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാന സൈനിക മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ ആദ്യത്തെ പ്രധാന യുദ്ധം നടക്കുന്നത് 1299 ഗുജറാത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറൽസ് ആയിട്ടുള്ള നസ്രത് ഖാൻ, ഉലു ഖാൻ ഇവരെ അയച്ച് വഗേല ഡൈനാസ്റ്റിയിലെ കർണ II തോൽപ്പിച്ചു. പിന്നീട് അവിടുത്തെ രാജ്ഞി കമലാദേവിയെ ഡൽഹിയിൽ കൊണ്ടുവരികയും അലാവുദ്ദീൻ അവരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തിനിടയിൽ 1000 ദിനാർ കൊടുത്ത് അലാവുദ്ദീൻ ഖിൽജി മാലിക് കഫൂർ എന്ന സ്ലേവിനെ വാങ്ങുന്നുണ്ട്. ഈ 1000 ദിനാർ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ഈ മാലിക് കഫൂർ എന്ന് പറയുന്ന സ്ലേവിനെ ഹസാർ ദിനാരി എന്ന് വിളിക്കുന്നു. പിന്നീട് ഈ മാലിക് കഫൂർ സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡറായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്തതായിട്ട് യുദ്ധം നടത്തിയത് രത്തംബോറിലാണ്. അത് 1301 ഇവിടെ ഹമീർദേവ് ചൗഹാനെ തോൽപ്പിച്ച് രത്തംബോർ ഫോർട്ട് പിടിച്ചടക്കുന്നു. ഈ യുദ്ധത്തിൽ ജനറലായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിട്ട് സെർവ് ചെയ്തിരുന്ന നസ്രത് ഖാന് കൊല്ലപ്പെടുന്നത് ഈ രത്തംബോർ യുദ്ധത്തിലാണ്. പിന്നീട് ചിറ്റോറിലാണ് അടുത്ത കോൺക്വസ്റ്റ് നടക്കുന്നത്. അത് 1303 ഇവിടെ റാണ രത്തൻ സിംഗിനെതിരെയായിരുന്നു ഈ ചിറ്റോറിലെ യുദ്ധം നടന്നത്. റാണ രത്തൻ സിംഗിന്റെ ഭാര്യ പത്മാവതി അല്ലെങ്കിൽ റാണി പത്മാവതിയെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാലിക് മുഹമ്മദ് ജേസി 1540 എഴുതിയ പത്മാവത് എന്ന പുസ്തകത്തിലെ ഒരു സാഹിത്യ കഥയാണ് ഈ പത്മാവതി എന്നുള്ള ഒരു ക്യാരക്ടർ. ഇത് ചരിത്രരേഖകളിൽ ഇതിനും വലിയ തെളിവുകളൊന്നുമില്ല. സോ ഇതൊന്നും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. പിന്നീട് ഈ യുദ്ധത്തിൽ അമീർ ഖുസ്രു, അതായത് കോർട്ട് പോയിട്ടായിട്ട് അമീർ ഖുസ്രു ഈ അലാവുദ്ദീനൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ചിത്തോർ പിടിച്ചടക്കിയ ശേഷം അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ മകനായ ഖിസിർ ഖാന്റെ പേരിൽ ഈ ചിറ്റോർ എന്ന പ്ലേസിനെ ഖിസ്രാബാദ് എന്ന റീനെയിമും ചെയ്യുന്നുണ്ട്. പിന്നീട് അലാവുദ്ദീന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടായത് ദക്ഷിണേന്ത്യയിൽ കോൺക്വസ്റ്റ് നടത്തിയപ്പോഴാണ്. വിന്ധ്യ പർവ്വതത്തിന് തെക്കോട്ട് സൈന്യത്തെ അയച്ച ആദ്യ ഡൽഹി സുൽത്താനും ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇവിടുത്തെ തെക്കൻ യുദ്ധങ്ങൾ, അതായത് സൗത്ത് ഇന്ത്യയിൽ കോൺക്വസ്റ്റ് നടത്തിയപ്പോൾ നേതൃത്വം കൊടുത്തത് എല്ലാം ആരായിരുന്നു? ഈ മാലിക് കഫൂർ ആയിരുന്നു. സൗത്ത് ഇന്ത്യയിലെ 4 പ്രധാന ഡൈനാസ്റ്റീസിനെയാണ് അലാവുദ്ദീൻ ഖിൽജി ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് കൂടി നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ദേവഗിരി. ഈ കോൺക്വസ്റ്റ് നടക്കുന്നത് 1306 തൊട്ട് 1307 വരെയാണ്. ഈ ദേവഗിരി കോൺക്വസ്റ്റില് യാദവ വംശത്തിലെ രാംചന്ദ്ര ദേവിനെയാണ് തോൽപ്പിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇദ്ദേഹം അലാവുദ്ദീൻ ഖിൽജിക്ക് ഇയർലി ടാക്സസ് പേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇയർലി ടാക്സസ് പേ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തതാണ് ഈ ദേവഗിരിയിൽ യുദ്ധം നടക്കാൻ കാരണമായത്. പിന്നീട് വാരംഗളിൽ യുദ്ധം നടക്കുന്നത് 1309 കാക്കട്ടിയ ഡൈനാസ്റ്റിയിലെ പ്രതാപരുദ്രൻ രണ്ടാമനെയാണ് ഇവിടെ തോൽപ്പിക്കുന്നത്. ഇദ്ദേഹമാണ് അലാവുദ്ദീൻ ഖിൽജിക്ക് ഫേമസ് ആയിട്ടുള്ള കോഹിനൂർ ഡയമണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇത് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കോഹിനൂർ ഡയമണ്ട് അലാവുദ്ദീൻ ഖിൽജിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പ്രതാപരുദ്രൻ II. പിന്നീട് ഹോയ്സലയിലാണ് കോൺക്വസ്റ്റ് നടക്കുന്നത് 1310. ഇവിടെ വീർബല്ല IIIനെ തോൽപ്പിച്ചിട്ട് വലിയൊരു സമ്പത്തുമായിട്ട് മാലിക് കഫൂറും അദ്ദേഹത്തിന്റെ ആർമിയും തിരികെ ഡൽഹിയിലേക്ക് പോവുകയാണ്. പിന്നീട് നടന്നത് പാണ്ഡ്യാസിലാണ്. പാണ്ഡ്യാസിൽ 1311 കോൺക്വസ്റ്റ് നടക്കുന്നത്. ഇവിടെ മധുരയിലെ വീർ പാണ്ഡ്യനെതിരെയായിരുന്നു യുദ്ധം. ഈ വീർ പാണ്ഡ്യൻ രാജ്യം വിട്ടു പോകുന്നുണ്ടെങ്കിലും മാലിക് കഫൂർ അവിടുത്തെ സ്വർണവും ആനകളും വന്യതകളും ഒക്കെ കൊള്ളയടിച്ചാണ് തിരികെ ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നീട് അലാവുദ്ദീന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അലാവുദ്ദീൻ ഖിൽജി 6 മംഗോൾ ആക്രമണങ്ങളെ നേരിടുന്നുണ്ട്. ഈ മംഗോൾസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ആൻഡ് അയൺ പോളിസിയാണ് അലാവുദ്ദീൻ ഖിൽജി സ്വീകരിച്ചത്. ഈ ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഗിയാസുദ്ദീൻ ബാൽബനാണ്.
പിന്നീട് ഈ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാസി മാലിക്കിനെ ഗവർണറായിട്ട് നിയമിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ദക്ഷിണേന്ത്യ കീഴടക്കിയതിനു ശേഷം അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിന് സിക്കന്ദറി സാനി, അതായത് സെക്കൻഡ് അലക്സാണ്ടർ എന്ന ടൈറ്റില് സ്വന്തമായി സ്വീകരിക്കുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സോ ഓർത്ത് വെക്കുക. ഏത് റൂളറാണ്, ഡൽഹി സുൽത്താനേറ്റിലെ ഏത് റൂളറാണ് സിക്കന്ദറി സാനി എന്ന ടൈറ്റിൽ സ്വീകരിച്ചത്? അതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ അലാവുദ്ദീൻ ഖിൽജിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എക്സ്പാൻഷൻ ഓഫ് എംപയർ ഡ്യൂറിങ് അലാവുദ്ദീൻ ഖിൽജി's reign. Under Alauddin, Delhi Sultanate reached zenith of power. He conquered Gujarat, Rajasthan, Deccan, South India. ഗുജറാത്തിൽ നടന്ന ക്യാമ്പയിൻ അല്ലെ എക്സ്പെഡീഷനാണ് ഏറ്റവും ആദ്യത്തെ മേജർ ക്യാമ്പയിൻ ബൈ അലാവുദ്ദീൻ ഖിൽജി. ഇത് നടക്കുന്നത് 1299 ഇൻ ദിസ് ബാറ്റിൽ ഹി സെൻഡ് ജനറൽസ് നസ്രത് ഖാൻ ആൻഡ് ടുലു ഖാൻ ടു ക്യാപ്ചർ ഗുജറാത്ത്. ഒപ്പോണന്റ് ആരായിരുന്നു? കിങ് കർണ II ആണ് ഓഫ് വഗേല ഡൈനസ്റ്റി. Then Queen Kamala Devi was captured and brought to Delhi. Later, Alauddin married Queen Kamala Devi. During this expedition, Alauddin acquired Malik Kafur, who was a slave, purchased for 1000 dinars. Therefore, Malik Kafur was called as Hazar Dinari. Later, Malik Kafur became Malik Nayab, that is deputy commander. Then next കോൺഗ്രസ് നടക്കുന്നത് രത്തംബോറിലാണ് ഇൻ 1301. ഒപ്പോണന്റ് ഹമീർ ദേവ് ചൗഹാൻ. അലാവുദ്ദീൻ കോൺക്വേർഡ് രത്തംബോർ ഫോർട്ട്. ഹിസ് കമാൻഡർ നസ്രത് ഖാൻ ഡൈഡ് ഡ്യൂറിംഗ് ദിസ് ക്യാമ്പയിൻ. ദെൻ തേർഡ് കോൺക്വസ്റ്റ് ചിറ്റൂറിലാണ് ഇൻ 1303. ഒപ്പോണന്റ് റാണ രത്തൻ സിംഗ്. ബുക്ക് പത്മാവത് റിട്ടൺ ബൈ മാലിക് മുഹമ്മദ് ജയ്സി. കറക്ഷൻ ഇവിടെ വരുന്നത് ദ സ്റ്റോറി ഓഫ് റാണി പത്മിനി ദാറ്റ് കംസ് ഫ്രം പത്മാവത് റിട്ടൺ ബൈ മാലിക് മുഹമ്മദ് ജയ്സി ഇൻ 1540 AD. ദ പത്മാവത് സ്റ്റോറി ഈസ് എ ലിറ്റററി ലെജൻഡ് ആൻഡ് നോട്ട് കൺഫേൺഡ് ബൈ കണ്ടംപററി ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. സോ ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കണം. ദെൻ അമീർ ഖുസ്രു അക്കമ്പനിഡ് അലാവുദ്ദീൻ ഇൻ ദിസ് ബാറ്റിൽ. Later, Chittor was renamed Khizrabad after Alauddin's son Khizr Khan. Then Alauddin Khilji's greatest achievement was the conquest of Deccan and the far south. This region was ruled by 4 important dynasties: Yadavas of Devgiri, Kakatiyas of Warangal, Hoysalas of Dwarasamudra, and Pandyas of Madurai. Alauddin became the first Delhi Sultan to send armies beyond Vindhya Mountains, and the commander of all South India campaigns were led by Malik Kafur. ദെൻ സൗത്ത് ഇന്ത്യയിൽ നടത്തിയ എവിടെയൊക്കെയായിരുന്നു ക്യാമ്പയിൻസ് നടത്തിയത് എന്നും കൂടി നമുക്ക് നോക്കാം. ദേവ്ഗിരിയിൽ 1306 to 7 ആണ് എക്സ്പെഡീഷൻ നടത്തുന്നത്. അവിടുത്തെ ഡൈനാസ്റ്റി യാദവ ഡൈനാസ്റ്റിയാണ്. അവിടെ ഡിഫീറ്റ് ചെയ്യുന്നത് അവിടുത്തെ കിങ് രാംചന്ദ്ര ദേവിനെയാണ്. റീസൺ, ഹി സ്റ്റോപ്ഡ് പേയിങ് ഇയർലി ടാക്സ് ടു അലാവുദ്ദീൻ. ദെൻ വാരങ്കൽ കോൺക്വസ്റ്റ് 1309 എഗെയിൻസ്റ്റ് ദ ഡൈനാസ്റ്റി കാക്കട്ടിയ ഡൈനാസ്റ്റി. ഒപ്പോണന്റ് Prataparudra II. Prataparudra II accepted defeat and handed over Kohinoor diamond to Alauddin Khilji. ദെൻ നടക്കുന്നത് ഹോയ്സലയിലാണ് ഇൻ 1310. ഒപ്പോണന്റ് വീർ ബല്ലാല III. റിസൾട്ട് എന്തായിരുന്നു? ഹി വാസ് ഡിഫീറ്റഡ് ബൈ മാലിക് കഫൂർ ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് വെൽത്ത് വാസ് സെൻഡ് ടു ഡൽഹി. ദെൻ നെക്സ്റ്റ് കോൺഗ്രസ് നടക്കുന്നത് പാണ്ഡ്യാസിലാണ് ഇൻ 1311. ഒപ്പോണന്റ് വീർ പാണ്ഡ്യ. Veer Pandya fled the capital Madurai and Malik Kafur captured gold, jewels, elephants and huge treasures and returned to Delhi. Then during this time Alauddin faced 6 Mongol invasions. He adopted blood and iron policy to tackle them. Then Ghazi Malik was appointed as the warden of marches to protect the frontier. After expanding Alauddin Khilji's empire to South India, he took the title Sikandari Sani, that is the second Alexander. സോ ഇത്രയുമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ കോൺഗ്രസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് എംപയറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്സ് അഥവാ നിർമ്മിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൗസ് ഖാസ്, ചാർമിനാർ. ഈ ചാർമിനാറും ഹൈദരാബാദിലെ ചാർമിനാറും രണ്ടാണ്. ഹൈദരാബാദിലെ ചാർമിനാർ ബിൽഡ് ചെയ്യുന്നത് മുഹമ്മദ് കുലി കുത്തബ് ഷായാണ്. സോ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഡൽഹിയുടെ രണ്ടാമത്തെ നഗരമായ സിരി, കുത്തബ് മിനാറിൻ്റെ തെക്കേ കവാടമായിട്ടുള്ള അലൈ ദർവാസ, രാമേശ്വരത്തെ മോസ്ക്, ജമേദ് ഖാന, അലൈ മിനാർ എന്നിവയൊക്കെ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്സ് ആണ്. പിന്നെ
കോർട്ട് സ്കോളേഴ്സ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിലുണ്ടായിരുന്ന ഫേമസ് കോർട്ട് പോയറ്റും മ്യൂസീഷ്യനുമായിരുന്നു അമീർ ഖുസ്രു. ഈ അമീർ ഖുസ്രുവിന് പാരറ്റ് ഓഫ് ഇന്ത്യ, അതായത് തൂത്തി ഹിന്ദ് എന്ന പദവി നൽകിയത് ഈ അലാവുദ്ദീൻ ഖിൽജിയാണ്. അമീർ ഖുസ്രു കൂടാതെ അമീർ ഹസൻ ദെഹ്ലവിയും അലാവുദ്ദീൻ ഖിൽജിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സ്കോളറാണ്. പിന്നെ അമീർ ഖുസ്രുവിനെ പറ്റി പറയുകയാണെങ്കിൽ സിത്താറും തബലയും കണ്ടുപിടിച്ചത് ഈ അമീർ ഖുസ്രു ആണെന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ, അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സെയിൻറ്റ്, ചിസ്തി സെയിൻ്റ് ആയിരുന്നു ഈ നിസാമുദ്ദീൻ ഔലിയ. ഇതും കൂടി ഓർത്തിരിക്കുക. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാം. ബിൽഡിങ്സ്, ഹൗസ് കാസ് വരുന്നത് ഡൽഹിയിലാണ്. ദെൻ ചാർമിനാർ, അതായത് ഹൈദരാബാദിലെ ചാർമിനാറും ഈ ചാർമിനാറും രണ്ടാണ്. പിന്നെ ന്യൂ ടൗൺ സിറ്റി, ദ സെക്കൻഡ് സിറ്റി ഓഫ് ഡൽഹി. ദെൻ ഹി ആഡഡ് എൻട്രൻസ് ഡോർ ടു കുത്തബ് മിനാർ. ദെൻ മോസ്ക് അറ്റ് രാമേശ്വരം. ദെൻ അനദർ ബിൽഡിംഗ് ആണ് ജമേത് ഖാന, അലൈ മിനാർ, അലൈ ദർവാസ. ഈ അലൈ ദർവാസ കുറിച്ച് നോട്ട് ചെയ്യേണ്ടത്, ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1311 ബൈ അലാവുദ്ദീൻ ഖിൽജി. ആൻഡ് ദ അലൈ ദർവാസ ഈസ് ദ സദേൺ ഗേറ്റ്വേ ടു ദ ഖുവാവത്ത് അൽ ഇസ്ലാം മോസ്ക് ഇൻ ഡൽഹീസ് കുത്തബ് കോംപ്ലക്സ്. ഈ ഖുവാവത്ത് അൽ ഇസ്ലാം മോസ്ക് പക്ഷെ ബിൽഡ് ചെയ്തത് ആരാണ്? അത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ കുത്തബുദ്ദീൻ ഐബക്കാണ്. അലൈ ദർവാസ ബിൽഡ് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജി. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയുടെ ഡെത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി മരണപ്പെടുന്നത് 1316 ഡൽഹിയിലെ കുത്തബ് കോംപ്ലക്സിലാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ ടോംബ്. ദെൻ അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ 6 വയസ്സുള്ള മകനായ ഷിഹാബുദ്ദീൻ ഉമറാണ് പിന്നീട് രാജാവാകുന്നത്. ആ ടൈമിൽ മാലിക് കഫൂർ റീജൻ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ മാലിക് കഫൂറും കൊല്ലപ്പെടുന്നു. അതാണ് ഡെത്ത് ഓഫ് അലാവുദ്ദീൻ ഖിൽജി ഇൻ 1316 AD. ടോംബ് എവിടെയാണ്? അത് കുത്തബ് കോംപ്ലക്സ്, ഡൽഹി. ദെൻ സക്സസറായിട്ട് വരുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ 6 വയസ്സുള്ള മകനായ ഷിഹാബുദ്ദീൻ ഉമറാണ്. ആൻഡ് മാലിക് കഫൂർ became regent, but within a few weeks മാലിക് കഫൂർ also get killed. തുടർന്ന് അലാവുദ്ദീൻ ഖിൽജിയുടെ മറ്റൊരു മകനായ കുതബുദ്ദീൻ മുബാറക് ഷാ ഈ ഷിഹാബുദ്ദീൻ ഉമറിനെ അന്ധനാക്കിയാണ് പിന്നീട് സുൽത്താനാകുന്നത്. ഈ കുതബുദ്ദീൻ മുബാറക് ഷായ്ക്ക് ചില സ്ട്രേഞ്ച് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്വയം ഖലീഫ എന്ന് പ്രഖ്യാപിക്കുകയും അലാവുദ്ദീൻ ഖിൽജിയുടെ കഠിനമായ നിയമങ്ങൾ മാറ്റി ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് എന്ന നയം കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് അതിനുശേഷം വന്ന രാജാവാണ് നസറുദ്ദീൻ ഖുസ്രു ഷാ. ഇദ്ദേഹം ഖിൽജി വംശത്തിലെ അവസാന രാജാവായിരുന്നു. വെറും 4-5 മാസം മാത്രമേ ഈ നസറുദ്ദീൻ ഖുസ്രു ഷാ ഭരിക്കുന്നുള്ളൂ. ഇന്ത്യൻ മുസ്ലിം വംശജനായ ആദ്യ ഡൽഹി സുൽത്താനും നസറുദ്ദീൻ ഖുസ്രു ഷായാണ്. പിന്നീട് 1320 പഞ്ചാബ് ഗവർണറായ ഗാസി മാലിക് ഡൽഹിയിലേക്ക് വന്ന് ഖുസ്രു ഷായെ തോൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഗാസി മാലിക് എന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വംശം സ്ഥാപിക്കുന്നതോടെയാണ് ഖിൽജി ഡൈനാസ്റ്റി എൻഡ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ ഫസ്റ്റ് കുത്തബുദ്ദീൻ മുബാറക് ഷായാണ് 1316 to 1320 വരെയാണ് റൂളിംഗ് പീരീഡ്. കുത്തബുദ്ദീൻ മുബാറക് ഷാ അലാവുദ്ദീൻ്റെ സണ്ണായിരുന്നു. ആൻഡ് ഹി ബ്ലൈൻഡഡ് ഷിഹാബുദ്ദീൻ ഉമർ. ദെൻ ഹി ബിക്കെയിം സുൽത്താൻ. ഇദ്ദേഹത്തിന് കുറച്ച് സ്ട്രേഞ്ച് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഹി ക്ലെയിംഡ് ദ ടൈറ്റിൽ ഖലീഫ. ഹിസ് പോളിസി ക്യാൻ ബി സമ്മറൈസ്ഡ് ആസ് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. ഹി ഓൾസോ റിവൈസ്ഡ് സോ മെനി സ്ട്രിക്റ്റ് പോളിസീസ് ഓഫ് അലാവുദ്ദീൻ. ദെൻ അതിനുശേഷം വന്ന ലാസ്റ്റ് റൂളർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റിയാണ് നസറുദ്ദീൻ ഖുസ്രു ഷാ. ഹി റൂൾഡ് അബൌട്ട് 4 to 5 months. ഹി വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ഓഫ് ഇന്ത്യൻ മുസ്ലിം ഒറിജിൻ. ദെൻ അങ്ങനെ ഖിൽജി ഡൈനാസ്റ്റി എൻഡ് ചെയ്യുകയാണ്. ഇൻ 1320 AD പഞ്ചാബ് ഗവർണർ ഗാസി മാലിക് മാർച്ച്ഡ് ടു ഡൽഹി. ഹി ഡിഫീറ്റഡ് ഖുസ്രു ഷാ ആൻഡ് ഫൗണ്ടഡ് തുഗ്ലക്ക് ഡൈനാസ്റ്റി. ദെൻ ഗാസി മാലിക് became ഗിയാസുദ്ദീൻ തുഗ്ലക്ക്, the founder of തുഗ്ലക്ക് ഡൈനാസ്റ്റി. ദെൻ the era of തുഗ്ലക്ക് ഡൈനാസ്റ്റി സ്റ്റാർട്ടഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഖിൽജി ഡൈനാസ്റ്റിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇത് നമുക്കൊന്നുകൂടെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഖിൽജി ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് 1290 to 1320 വരെയാണ്. ഫൗണ്ടർ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജിയാണ്. ഹി ഈസ് ഓൾസോ നോൺ ആസ് ക്ലെമൻസി ജലാലുദ്ദീൻ ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ടു അഡ്മിറ്റ് ഇന്ത്യ കനോട്ട് ബിക്കം എ കംപ്ലീറ്റ്ലി ഇസ്ലാമിക് സ്റ്റേറ്റ്. ദെൻ അതിനുശേഷം വന്ന റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി. റൂളിംഗ് പീരീഡ് 1296 to 1316.
അലാവുദ്ദീൻ ഖിൽജിയുടെ റിയൽ നെയിം അലി ഖുർഷാസ്പ് എന്നാണ്. ആൻഡ് ഹി ഈസ് നെഫ്യൂ ആൻഡ് സൺ-ഇൻ-ലോ ഓഫ് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി. ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് സിക്കന്ദർ-ഇ സാനി, ദാറ്റ് ഈസ് സെക്കൻഡ് അലക്സാണ്ടർ. അലാവുദ്ദീൻ ഖിൽജി ഓൾസോ സെപ്പറേറ്റഡ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ്. ദെൻ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന ഇമ്പോർട്ടൻ്റ് റിഫോംസ് ആണ്: ഒന്ന്, പെർമനൻറ്റ് സ്റ്റാൻഡിംഗ് ആർമി, ദെൻ ക്യാഷ് സാലറി ടു സോൾജിയേഴ്സ്, ദെൻ ദായക് ആൻഡ് ഹൂലിയ സിസ്റ്റം. ദായക് മീൻസ് ബ്രാൻഡിംഗ് ഓഫ് ഹോഴ്സസ് ആൻഡ് ഹൂലിയ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് രജിസ്റ്റർ ഓഫ് സോൾജിയേഴ്സ്. ദെൻ ലാൻഡ് മെഷർമെൻറ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിഷ്വ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് കൊണ്ടുവന്ന മാർക്കറ്റ് റിഫോംസ് ആണെങ്കിൽ ദിവാനി റിയാസത്തും ദിവാനി മുസ്തഖരാജും. ദെൻ ടാക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 3 ന്യൂ ടാക്സസ്, അതാണ് കരാജ്, ഗാരി ആൻഡ് ചരെ. കരാജ് എന്താണ്? കരാജിൽ ലാൻഡ് ടാക്സ് ആണ്. ഗാരി എന്താണ്? ഗാരി ഹൗസ് ടാക്സ് ആണ്. ചരെ ഗ്രേസിംഗ് ടാക്സ് ആണ്. ദെൻ ജിസിയയും സാഖത്തും. ജിസിയ ടാക്സ് ഫോർ നോൺ മുസ്ലിംസ് ആൻഡ് സാഖത്ത് ടാക്സ് ഫോർ മുസ്ലിംസ്. ദെൻ ഇദ്ദേഹം അലാവുദ്ദീൻ ഖിൽജിയുടെ കോൺഗ്രസ്റ്റ് ആണ്. 1299 ഗുജറാത്ത്, ദെൻ 1301 രത്തംപൂർ, 1303 ചിറ്റൂർ. പിന്നെ ദേവഗിരി, വാരങ്കൽ, ഹോയ്സല, പാണ്ഡ്യ എന്നീ സൗത്ത് സ്റ്റേറ്റ്സും എക്സ്പെഡീഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്നതാണ് ബിൽഡിങ്സ്: ഹൗസ് കാസ്, ചാർമിനാർ, ന്യൂ ടൗൺ സിറ്റി, അലൈ ദർവാസ, ജമേത് ഖാന, അലൈ മിനാർ, ഇതൊക്കെയായിരുന്നു ബിൽഡിങ്സ്. ദെൻ അതിനുശേഷം അലാവുദ്ദീൻ ഖിൽജിക്ക് ശേഷം വന്ന സക്സസറാണ് ഷിഹാബുദ്ദീൻ ഉമർ. ദെൻ പിന്നെ വന്നെയാണ് കുതുബുദ്ദീൻ മുബാറക് ഷാ. പിന്നീട് വന്നെയാണ് നസറുദ്ദീൻ ഖുസ്രു ഷാ. ഈ നസറുദ്ദീൻ ഖുസ്രു ഷായാണ് ലാസ്റ്റ് റൂളർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി. ദെൻ അതിനുശേഷം ഇൻ 1320 AD ഗാസി മാലിക് ഡിഫീറ്റഡ് ഖുസ്രു ഷാ ആൻഡ് ഫൗണ്ടഡ് തുഗ്ലക് ഡൈനാസ്റ്റി. സോ ഇത്രയുമാണ് ഡൽഹി സുൽത്താനറ്റിലും വരുന്ന രണ്ടാമത്തെ ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റിയെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ലതുപോലെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സസിൽ ഡൽഹി സുൽത്താനറ്റിൽ വരുന്ന ബാക്കി ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.